നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് 1201 കുംഭമാസം 29-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 13-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:39, അസ്തമയം വൈകിട്ട് 6:32. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. വെള്ളിയാഴ്ച കാലത്ത് 10:30 മുതൽ 12 മണി വരെയുള്ള സമയം. രാഹുകാലത്ത് ആ 1.5 മണിക്കൂർ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു. ദശമിയും ദുർബലമാണ്. വെളുത്ത പക്ഷത്തിലെ ദശമി നല്ലതാണ്, പക്ഷേ കറുത്തപക്ഷത്തിലെ ദശമി അത്ര ശുഭമല്ല. കാരണം ചന്ദ്രൻ ദുർബലമായി വരികയാണ്. മറ്റൊരു ദോഷമൊന്നും ദശമി തിഥിക്ക് പറഞ്ഞിട്ടില്ല. കറുത്ത പക്ഷത്തിലായതുകൊണ്ടുള്ള ദോഷം എന്നു മാത്രം. ഇന്നത്തെ നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാടം മുപ്പൂരത്തിൽ വരുന്ന നക്ഷത്രമാണ്. പൂരം, പൂരാടം, പുരൂരുട്ടാതി, വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്. അതിനാൽ ഇന്നത്തെ ദിനത്തിന് ഒരു വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. വെള്ളിയാഴ്ച സ്ത്രീകളും നാൽക്കാലികളും യാത്ര ചെയ്യാൻ പാടില്ല. അതിനാൽ മുഹൂർത്തങ്ങളൊന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാനിന്ന് നൽകുന്നില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ദേവീ ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. പൂരാടം നക്ഷത്രവും വെള്ളിയാഴ്ചയും ദേവി വിധാനമായ പ്രാർത്ഥനയ്ക്ക് നല്ലതാണ്. ശുക്രനെ കൊണ്ടാണ് അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷീവ, ഭൃഗുനന്ദന, അന്നപൂർണേശ്വരി ദേവിയും ലക്ഷ്മിയും യക്ഷി, ഭദ്രകാളിയൊക്കെ ചിന്തിക്കും. പൂരാടം നക്ഷത്രവും വെള്ളിയാഴ്ചയാകുമ്പോൾ കറുത്തപക്ഷവുമാണ്. ഭദ്രകാളിയെ ഭജിക്കുക. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന ഭദ്രകാളി മന്ത്രം ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഗുണം തരുന്നതാണ്. ആരോഗ്യ വിഷയത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് നാളികേരം കൊണ്ട് കർമ്മമുട്ട് ചെയ്യുക. ശത്രുദോഷമുള്ളവർക്ക് ശത്രുമുട്ട്, ശത്രുസംഹാര കുഴി ചെയ്യുക. വിദ്യ വേണ്ടവർക്ക് വിദ്യാമുട്ട് ചെയ്യുക. നല്ല ഗായകർക്കൊക്കെ നല്ല ദിനമാണ് പൂരാട നക്ഷത്രവും വെള്ളിയാഴ്ചയും. ഇവിടെ പൂരാട നക്ഷത്രത്തിൻ്റെ ഭൂതം ജലഭൂതോദയമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് വെള്ളവുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, അല്ലെങ്കിൽ റിസോർട്ടുകൾ, ഹെൽത്ത് സ്പാ, ഇതിനൊക്കെ വളരെ നല്ലതായി കാണാറുണ്ട്. ഏതായാലും നന്നായി ഭദ്രകാളിയെ ഭജിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ ഒരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.